നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ഒരു മൊബൈൽ ഫോണാണ്. സാംസങ് ഗാലക്സി J7 Prime 2. ഒരു കാര്യം ആദ്യം തന്നെ പറയുകയാണ്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള മൊബൈൽ ഫോണുകളോ ആപ്ലിക്കേഷനുകളോ ഗാഡ്ജറ്റുകളോ മാത്രമായിരിക്കും നമ്മുടെ ചാനലിലൂടെ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഈ മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് 13,990 രൂപയാണ്. ആക്ച്വലി പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് 15,000 രൂപയ്ക്ക് താഴെയുള്ള നല്ലൊരു മൊബൈൽ ഫോൺ ഏതാണ് എന്നുള്ളത്. അവർക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ സാംസങ് ഗാലക്സി J7 Prime 2. ഒരു മൊബൈൽ ഫോൺ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേ ആൻഡ് ഡിസൈൻസ്, അതേപോലെ തന്നെ അതിൻ്റെ ക്യാമറ, പിന്നെ ആ മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ്, അതേപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മളുടെ ഈ റിവ്യൂവിൽ ഉൾപ്പെടുത്തുന്നത്. എന്തായാലും നമുക്ക് സാംസങ് ഗാലക്സി J7 Prime 2 കുറിച്ച് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് സിബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. ഓക്കെ, ഇതാണ് സാംസങ് ഗാലക്സി J7 Prime 2. ആദ്യം തന്നെ നമുക്കതിൻ്റെ ഡിസ്പ്ലേയും ഡിസൈനെ കുറിച്ച് നോക്കാം. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു യൂണിക് ബോഡി മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. നമുക്ക് അത്യാവശ്യം സ്ക്രാച്ച് പ്രൂഫ് ആണെന്ന് പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ നെയിൽ കൊണ്ടൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ പാടുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ ഫുൾ HD ആണ് ഡിസ്പ്ലേ. 5.5 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. സാംസങ് ഗാലക്സി J7 Duo ചെയ്ത സമയത്ത് അതൊരു ഫുൾ HD ഡിസ്പ്ലേ അല്ലായിരുന്നു, ബട്ട് ഇത് ഫുൾ HD ഡിസ്പ്ലേ ആണ്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉള്ളത് കാരണം ഇതിനൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സാംസങ് ഗാലക്സി J7 Duoനെ സംബന്ധിച്ചിടത്തോളം സാംസങ് ഗാലക്സി J7 Prime 2 നല്ലൊരു ഡിസൈനിങ്ങിൽ വലിയൊരു ശ്രദ്ധ തന്നെ ചെലുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. 2 കളറുകളിൽ അവൈലബിൾ ആണ്, ഒന്ന് ബ്ലാക്ക്, 2 ഗോൾഡ്. ഇനി ഇതിൻ്റെ ക്യാമറ 13 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും. നമുക്ക് സാംസങ് ഗാലക്സി J7 Duoയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ തന്നെ 2 ക്യാമറകൾ ഉണ്ടായിരുന്നു, ബട്ട് ഇതിന് ഒരു ക്യാമറയാണുള്ളത്. അതും ഫ്രണ്ടിലും ബാക്കിലും 13 മെഗാ പിക്സലാണ്. ചെറിയൊരു LED ഫ്ലാഷും ഉണ്ട്. ക്യാമറയുടെ മറ്റ് ഫീച്ചേഴ്സ് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലെടുത്ത 1-2 ഫോട്ടോസും വീഡിയോസും ഒന്ന് കാണാം. ഇതിൻ്റെ അപ്പാർച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ f1.9 ആണ് ഇതിൻ്റെ അപ്പാർച്ചർ. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നല്ലൊരു പെർഫോമൻസ് ആണ് ഇമേജിന് കാണാൻ സാധിക്കുന്നത്. ഇവർ പറയണത് നൈറ്റിൽ നല്ല പെർഫോമൻസോട് കൂടി നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ ക്യാമറ എന്നാണ് കമ്പനി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അറിയാലോ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാനാണ് നമ്മൾ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ ഭൂരിഭാഗം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ വാട്സപ്പിലേക്കാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലേക്കാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലേക്കാണെന്നുണ്ടെങ്കിലും ക്യാമറയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പനി ഇതിനെ സോഷ്യൽ ക്യാമറ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി മറ്റ് ക്യാമറകൾ ഉള്ള പോലെ തന്നെ ലൈവ് ഫിൽറ്റേഴ്സും ഈ ഒരു ക്യാമറ ഫീച്ചേഴ്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ലൈവ് സ്റ്റിക്കേഴ്സിൽ തന്നെ നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചേഴ്സും സാംസങ് ഗാലക്സി J7 Prime 2 അവൈലബിൾ ആണ്. ആക്ച്വലി നമുക്ക് ഈ ഫോൺ റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് ഫോൺ 4 ആണ് കേട്ടോ. ഫോൺ 4ൽ തന്നെ കേരളത്തിലും കർണാടകയിലുമായിട്ട് നിരവധി ബ്രാഞ്ചുകൾ അവൈലബിൾ ആണ്. ഇപ്പം സാംസങ്ങിൻ്റെ മാത്രമല്ല എല്ലാ ബ്രാൻഡുകളുടെയും എല്ലാ മൊബൈൽ ഫോണുകളാണെന്നുണ്ടെങ്കിൽ പോലും വളരെ പ്രൈസ് അഫോർഡബിളായ രീതിയിൽ തന്നെയാണ് ഫോൺ 4 ആ ഒരു സർവീസ് നമുക്ക് തരുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഗാഡ്ജറ്റുകൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ 4ൽ കോൺടാക്ട് ചെയ്തോളൂ, നമ്മളുടെ ആളാണെന്ന് പറഞ്ഞോളൂ, എന്തെങ്കിലും പ്രൈസിലൊരു വേരിയേഷൻ തരികയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് സാംസങ് മാളിനെ കുറിച്ചും സാംസങ് പേയിനെ കുറിച്ചുമാണ്. സാംസങ്ങിൻ്റെ ഏറ്റവും ഒരു പേറ്റൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ് സാംസങ് മാൾ എന്ന് പറയാൻ സാധിക്കും. കാരണം ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആവശ്യമാണ്, ആ ഒരു സമയത്ത് ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുത്താൽ മതി, കാണിച്ചു തരും ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ്. ഉദാഹരണം, നമ്മൾ ക്യാപ്പോ അല്ലെങ്കിൽ ചെപ്പലൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നൊക്കെ അറിയാൻ സാധിക്കുന്ന സാംസങ്ങിൻ്റെ മാൾ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സാംസങ് പേ
ഉദാഹരണത്തിന് നമ്മളിപ്പോൾ അറിയാമല്ലോ, എല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കാർഡ് കൊണ്ടൊക്കെയാണ് പല ആളുകളും പേയ്മെൻറ്റ് നടത്തുന്നത്. ഒബിയസ്ലി ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ ബാങ്കുമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ നമ്മുടെ ഡെബിറ്റ് കാർഡുമായിട്ട് ഈ സാംസങ് പേയിനെ സിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് ഈ മൊബൈൽ ഫോൺ കാണിച്ചാൽ മതി. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡിൽ നിന്ന് പേയ്മെൻറ്റ് ഡിഡക്റ്റ് ആകുന്നതാണ്. അപ്പോൾ കാർഡ് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അതാണ് സാംസങ് പേ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ തന്നെ സാംസങ് പേ മിനി വേർഷനാണ് സാംസങ് ഗാലക്സി J7 പ്രൈം 2 കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മറ്റൊരു പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3GB 32GB വേരിയൻറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഡുവോ 4GB വരെ ഉണ്ടായിരുന്നു, ബട്ട് ഇത് 3GBയിലാണ് അവൈലബിൾ. എക്സിനോ 7 സീരീസിലുള്ള പ്രൊസസ്സറാണ് കമ്പനി ഇതിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഗെയിം ആക്ടിവിറ്റീസൊക്കെ ഏർപ്പെടുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 3-4 ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഒരു മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ആ ഒരു സമയത്ത് യാതൊരു സ്പീഡ് വേരിയേഷനോ ഒന്നും നമുക്ക് ഈ ഫോണിൽ അറിയാൻ സാധിക്കുന്നില്ല. പിന്നെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 3300 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി. ഇത് റിമൂവബിൾ അല്ല. J7 ഡ്യുവോയിൽ നമ്മൾ ചെയ്ത ബാറ്ററി റിമൂവബിൾ ആയിരുന്നു. ഇനി ഇതിൻ്റെ മറ്റു കുറച്ച് പെർഫോമൻസുകൾ നോക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാമറ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഫ്രണ്ടിലും ബാക്കിലും 13 മെഗാപിക്സലാണ്. ലോ ലൈറ്റിൽ f1.9 അപ്പാർച്ചർ ആയതുകൊണ്ട് ലോ ലൈറ്റിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായ രീതിയിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ബാറ്ററിയുടെ കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3300 mAh റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലെ ബാറ്ററിയാണ് ഈ മൊബൈൽ ഫോണിൽ വരുന്നത്. ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും 15000 രൂപയ്ക്ക് താഴെ ഒരു മൊബൈൽ ഫോൺ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് സാംസങ് ഗാലക്സി J7 പ്രൈം 2 എന്ന് പറയാൻ സാധിക്കുന്നു. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ മൊബൈൽ ഫോൺ റിവ്യൂ ചെയ്യുന്ന സമയത്ത് വളരെ വലിച്ചു വാരി കാര്യങ്ങൾ പറയാതെ അതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഫോൺ റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് ഫോൺ 4 ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ഈ ഇതുപോലെയുള്ള ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫോൺ 4നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ റിവ്യൂ ആണെന്നുണ്ടെങ്കിലും ഗീവ് അവേ ആണെന്നുണ്ടെങ്കിലും ചെയ്യുകയുള്ളൂ. എന്തായാലും പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.